അയൽരാജ്യമായ നേപ്പാളിൽ പ്രളയം വിതച്ച ദുരന്തത്തിൽ അടിയന്തര സഹായഹസ്തവുമായി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക C-17 ഗ്ലോബ്മാസ്റ്റർ വിമാനത്തിൽ 10 ടൺ അടിയന്തര ദുരന്ത നിവാരണ സാമഗ്രികളും മെഡിക്കൽ ഉപകരണങ്ങളും കാഠ്മണ്ഡുവിലെത്തിച്ചു. നേപ്പാളിലെ ആശുപത്രികളിൽ മരുന്നുകളുടെ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ത്യ അടിയന്തര ഇടപെടൽ നടത്തിയത്. ആന്റിബയോട്ടിക്കുകൾ, പ്ലാസ്മ, സർജിക്കൽ ഉപകരണങ്ങൾ, അണുനാശിനികൾ എന്നിവയ്ക്ക് പുറമെ പ്രളയബാധിതർക്ക് ആവശ്യമായ 500 കൊതുകുവലകൾ, 500 ബെഡ്ഷീറ്റുകൾ, സോളാർ ലൈറ്റുകൾ, ടെന്റുകൾ എന്നിവയും ഇന്ത്യ എത്തിച്ചു നൽകിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇന്ത്യ നൽകിയ സമാനതകളില്ലാത്ത പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച അഗാധമായ അനുശോചന സന്ദേശത്തിലും ഇത്തരത്തിൽ അടിയന്തര സഹായങ്ങൾക്കും നന്ദി അറിയിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ സൗഹൃദത്തിന്റെ പ്രതിഫലനമാണിതെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നേപ്പാൾ സർക്കാരിന്റെ ആവശ്യപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഇന്ത്യൻ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ വിദഗ്ധ സംഘവും സജ്ജമായിട്ടുണ്ട്. കാഠ്മണ്ഡു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായി അത്യാധുനിക തെരച്ചിൽ ഉപകരണങ്ങളുമായി സംഘം പുറപ്പെടും. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി ദുരന്ത മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. കാണാതായ തീർത്ഥാടകരുടെ കുടുംബാംഗങ്ങൾക്ക് എംബസിയുമായി നേരിട്ട് ബന്ധപ്പെടാം. ഉത്തര നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഊർജിതമാക്കിയിട്ടുണ്ട്. മിന്നൽ പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് നേപ്പാൾ ഇപ്പോഴും മുക്തമായിട്ടില്ല. ദുരന്തത്തിൽപ്പെട്ട് പരിക്കേറ്റവരെയും മൃതദേഹങ്ങളെയും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടെ ആശുപത്രി പരിസരങ്ങൾ കണ്ണീരണിഞ്ഞു. കാണാതായ തങ്ങളുടെ ഉറ്റവരെ തിരഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് കാഠ്മണ്ഡുവിലെ പ്രധാന ആശുപത്രികൾക്ക് മുന്നിൽ തടിച്ചുകൂടുന്നത്. ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവരുടെ അനുഭവങ്ങൾ ഏവരെയും ഈറനണിയിക്കുന്നതാണ്. കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി നിന്നാണ് പലരും ജീവൻ നിലനിർത്തുന്നത്. സ്വന്തം ഭർത്താവും മക്കളും പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നതായി പ്രളയത്തെ അതിജീവിച്ച രാംകുമാരി എന്ന സ്ത്രീ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. റോഡുകളും പാലങ്ങളും പൂർണ്ണമായി തകർന്ന റസുവ, ദാഠിങ് പ്രദേശങ്ങളിലേക്ക് കരമാർഗമുള്ള ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ നേപ്പാൾ സൈന്യത്തിന്റെ എയർവിംഗ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ആകാശമാർഗം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിസാഹസികമായാണ് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. അതേസമയം ദുരന്ത മേഖലയിൽ തുടരുന്ന കനത്ത മഴയും മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് കടുത്ത തിരിച്ചടിയാകുന്നുണ്ട്. ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന കനത്ത മഞ്ഞും കാറ്റും കാരണം ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പലയിടത്തും രക്ഷാപ്രവർത്തനം നിർത്തിവയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അതേസമയം അപകടത്തിൽപ്പെട്ട വിദേശികളുടെ വിവരങ്ങൾ അറിയാനായി വിവിധ രാജ്യങ്ങളുടെ എംബസികളിൽ ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് എത്തുന്നത്. UK, US, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാർ തങ്ങളുടെ യാത്രക്കാരെ ബന്ധപ്പെടാൻ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നേപ്പാൾ പോലീസും അതിർത്തി രക്ഷാ സേനയും ചേർന്ന് ഭോട്ടെക്കോസി നദീതീരങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്നത് തുടരുകയാണ്. ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയാത്തയിടങ്ങളിൽ കൈകൾ ഉപയോഗിച്ച് ചെളി മാറ്റിയാണ് സേനാംഗങ്ങൾ പരിശോധന നടത്തുന്നത്. ഇനിയും നിരവധി മൃതദേഹങ്ങൾ ചെളിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്.